വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന നമ്മുടെ ടൈം ടേബിൾ ഇതാ വന്നിരിക്കുകയാണ്. അപ്പോൾ ടൈം ടേബിൾ നോക്കിയിട്ട് വേണമല്ലോ നമുക്കിനി എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, എത്ര സമയമുണ്ട് ഇടയിൽ പഠിക്കാനായിട്ട്, ഇതൊക്കെ നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, ഒട്ടും സമയം കളയണ്ട, നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ടൈം ടേബിൾ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെയാണ് എല്ലാ എക്സാംസും നടക്കുന്നത്, രാവിലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമുക്ക് നല്ല ഉഷാറായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് പോകാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അഥവാ ഇനി എന്തെങ്കിലും ക്ലാരിറ്റി കാണാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, മിസ് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ നമുക്ക് ഫസ്റ്റത്തെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 5 ചൊവ്വാഴ്ചയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാർച്ച് 5 നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 10 മണി തുടങ്ങിയിട്ട് 11:45 വരെയാണ് നമുക്ക് ആദ്യത്തെ എക്സാം നടക്കുന്നത്. അത് ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ 1ാം ഭാഷ പേപ്പർ 2 ആണ് നമ്മുടെ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം 5 കഴിഞ്ഞാൽ ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. പിന്നെ വരുന്നത് 7 ആണ്. 7 വ്യാഴാഴ്ച വരുന്നത് നമുക്ക് ഇംഗ്ലീഷ് ആണ് എക്സാം വരുന്നത്. രാവിലെ 10 മണി തുടങ്ങിയിട്ട് 11:45 വരെയാണ് എക്സാം വരുന്നത്. അതിനുശേഷം 14 ആണ്. 7 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാൻ സമയം കുറേ ഉണ്ട് കേട്ടോ. 14 വ്യാഴാഴ്ച വന്നു കഴിഞ്ഞാൽ നോക്കുന്നത്, വ്യാഴാഴ്ച നോക്കി കഴിഞ്ഞാൽ നമുക്ക് 10 മണി തുടങ്ങിയിട്ട് 12:45 വരെ കലാകായിക പ്രവൃത്തി പരിചയമാണ് നമുക്ക് എക്സാം ഉണ്ടാവുക. അതിനുശേഷം നോക്കുകയാണെങ്കിൽ 14 കഴിഞ്ഞാൽ പിന്നെ 15 ഗ്യാപ്പ്. 16 ആയിട്ട് നമുക്ക് എന്തുണ്ട്, 16 ആയിട്ട് നമുക്ക് സാമൂഹിക ശാസ്ത്രം. ഓക്കെ, രാവിലെ 10 മണി തുടങ്ങിയിട്ട് 11:45 വരെ നമുക്ക് സോഷ്യൽ സയൻസ് സാമൂഹിക ശാസ്ത്രമായിരിക്കും ഉണ്ടാവുക. 16 കഴിഞ്ഞാൽ 17, 18 ലീവ് ഉണ്ട്, ഗ്യാപ്പ് ഉണ്ട്. അതിനുശേഷം 19 ചൊവ്വാഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് അതെ 10 മണി തുടങ്ങിയിട്ട് 11:45 വരെ 1ാം ഭാഷ പേപ്പർ 1 ആണ്. ഓക്കെ, ഫസ്റ്റ് അവിടെ പേപ്പർ 2 കഴിഞ്ഞു, ഇതേതാണ് പേപ്പർ 1 ആയിരിക്കും എൻ്റെ കുട്ടികൾക്ക് എക്സാം ഉണ്ടാവുക. 19 കഴിഞ്ഞാൽ 20 ഗ്യാപ്പ് ഉണ്ട്. അതിനുശേഷം 21 വ്യാഴാഴ്ച എൻ്റെ കുട്ടികൾക്ക് ഹിന്ദി ആയിരിക്കും എക്സാം ഉണ്ടാവുക. രാവിലെ 10 മണി തുടങ്ങിയിട്ട് 11:45 വരെ ആയിരിക്കും ഉണ്ടാവാം. 21 കഴിഞ്ഞാൽ 22 ഗ്യാപ്പ്. അതിനുശേഷം 23 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം, നമ്മുടെ ബേസിക് സയൻസ്. ഓക്കെ, 10 മണി തുടങ്ങിയിട്ട് 12:15 വരെ ആയിരിക്കും ഉണ്ടാവാം. അതിനുശേഷം 26 എൻ്റെ കുട്ടികൾക്ക് ഇത് എക്സാം ഇതേ കഴിയാണ്. 26 നോക്കിക്കഴിഞ്ഞാൽ 10 മണി തുടങ്ങിയിട്ട് 11:45 വരെ മാത്സ് ഗണിതമായിരിക്കും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഇനി പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ടൈം ടേബിൾ ആണ്. കാരണം നമുക്ക് ഇടയിൽ പഠിക്കാനൊക്കെ സമയം തന്നിട്ടുണ്ട്. ഓക്കെ, അത്ര ടെൻഷൻ അടിച്ച് പഠിക്കാനുള്ള ഒരു ഭയങ്കര ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ടൈം ടേബിൾ അല്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് സമയമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ എങ്ങനെ പഠിച്ചെടുക്കും, ഇത് ആക്ച്വലി മിസ് ടൈം ടേബിൾ പറഞ്ഞു തരുന്നത് എൻ്റെ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, നിങ്ങളെല്ലാവരും ടെൻഷൻ അടിച്ച് പഠിച്ചോ, അതെ എല്ലാവരും ടെൻഷൻ അടിച്ചോ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല മിസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഒന്നും കൊണ്ടും പേടിക്കേണ്ട. ഓക്കെ, നമ്മുടെ എക്സാമിന് ഫാമിലി എൻ്റെ കുട്ടികളുടെ കൂടെ തന്നെ ഫുൾ സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് ഇനി അവസാന സമയത്ത് വേഗം തന്നെ ഒരു റിവിഷൻ വേണം. മിസ് ഇതുവരെ പഠിച്ച ചാപ്റ്റേഴ്സ് ഒന്നും അറിയില്ല, ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് ഒന്നും കൂടെ പഠിപ്പിച്ച് തരണം എന്നാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റിവിഷൻ ബാച്ച് ഉണ്ട്. അതിൽ എൻ്റെ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം. ഇനിയിപ്പോൾ അവസാന നിമിഷത്തിൽ എങ്ങനെയാണ് മിസ് റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഈ അവസാന നിമിഷത്തിലേക്ക് നിങ്ങൾ അങ്ങനെ ജോയിൻ ചെയ്യുന്ന കണ്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഇയർ ബാച്ചിലേക്ക്, അടുത്ത 9ാം ക്ലാസ്സിൻ്റെ ബാച്ചിലേക്ക് ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡുകളും കിട്ടും എൻ്റെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട്. ഒപ്പം തന്നെ നമ്മുടെ 8ാം ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ട് 8ാം ക്ലാസ്സിൻ്റെ റിവിഷൻ ബാച്ചിലും ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ 2 കൊണ്ട് ഗുണം. 9ാം ക്ലാസ് നമ്മൾ പഠിച്ചെടുക്കും, 8ാം ക്ലാസ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കും. ഓക്കെ, പിന്നെ അതിനുശേഷം നോക്കുകയാണെങ്കിൽ മിസ് ഞങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ടാകുന്ന മിസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സസും നമ്മുടെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലാസ്സസ് എൻ്റെ കുട്ടികൾക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, എല്ലാ ദിവസവും രാത്രി 7:30 എൻ്റെ കുട്ടികൾക്ക് ലൈവ് ഉണ്ട്. അപ്പോൾ ഒറ്റ ദിവസം പോലും മിസ്സാക്കാതെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മുടെ ലൈവ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ കണ്ടോ, ഓരോ ദിവസവും എത്ര ചാപ്റ്റേഴ്സ് ആണ് കംപ്ലീറ്റ് ആക്കുന്നത് നോക്കി നോക്കി. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് വേഗം കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെയുള്ള ദിവസം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഫുള്ള് സെറ്റായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ.